എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൽഗോന കോഫി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതൊരു സൗത്ത് കൊറിയൻ കോഫിയാണ് കേട്ടോ. ഡാൽഗോന എന്ന് പറഞ്ഞ ഒരു കൊറിയൻ സ്വീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കളറുള്ളത് കാരണമാണ് ഡാൽഗോന കോഫി എന്ന് ഉള്ളൊരു പേര് വരാൻ കാരണം. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ടിക്ടോക്കിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഫിയാണ്, അതുപോലെ യൂട്യൂബിലും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ നെസ്കഫിയോ ബ്രൂവോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, പൊടിക്കാത്ത സാധാരണ പഞ്ചസാര കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ടായിരിക്കണം വെള്ളത്തിന്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ 2:2:2 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷനിലും ഇത് എടുക്കാറുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, അങ്ങനെ. പക്ഷേ ആ ഒരു പ്രൊപ്പോർഷനിൽ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ കോഫി ഒരുപാട് സ്ട്രോങ് ആയിട്ട് മാറും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷനിൽ എടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള കോഫി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിസ്കില്ലേ, അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും കറക്റ്റായിട്ട് തന്നെ വരും. പക്ഷേ ഇതുപോലുള്ള വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അതുപോലെ മിക്സിയുടെ ചെറിയ ജാറില്ലേ, അത് ഉപയോഗിച്ചിട്ടും നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. പഞ്ചസാരയും കോഫി പൗഡറും അതുപോലെ ഈ വെള്ളവും കൂടി ഇത് മതി. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പാടുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നത്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയും. ഇതുപോലുള്ള ബീറ്റർ, അതായത് ഇതുപോലുള്ള വിസ്ക് ആകുമ്പോൾ കുറച്ചധികം സമയം നമ്മൾ സ്പീഡിൽ ഇതുപോലെ ബീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇതിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെരിച്ച് പിടിച്ച് ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചധികം സമയം വിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് വിപ്പ് ചെയ്യണ പോലെ തന്നെ ആവും കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കണത്. ഒരു 4-5 മിനിറ്റ് പിടിക്കും ഇത് നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വരാൻ. അതായത് നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് ആവണ വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് ഇതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പോരാട്ടോ, ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മളിത് സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ താഴേക്ക് വീഴാൻ പാടില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ അതുപോലെയാണോ നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട്, ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കില്ലേ ക്രീം, ആ ഒരു രീതിയിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് നല്ലപോലെ തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബ്ലേഡിലെടുക്കുമ്പോൾ താഴേക്ക് വീഴില്ല, കണ്ടോ. അല്ലെങ്കിൽ സ്പൂണിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വീഴരുത്. ആ ഒരു രീതിയിൽ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ എനിക്ക് വിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 മിനിറ്റ് പിടിച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഈ ഒരു രീതിയിൽ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാപ്പച്ചീനോയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ക്യാപ്പച്ചീനോയും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാപ്പച്ചീനോയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതെന്ന് പറയുമ്പോൾ ഒരു ലെയേർഡ് കോഫിയാണ്. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ക്യാപ്പച്ചീനോയും ഇപ്പോൾ കോൾഡ് കോഫി ആയിട്ടും കുടിക്കാറുണ്ട്, അതുപോലെ ഹോട്ട് കോഫി ആയിട്ട് കുടിക്കാറുണ്ട്. പക്ഷേ ഇത് കോൾഡ് കോഫി ആയിട്ടാണ് സാധാരണ കുടിക്കാറ്. നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് തണുപ്പിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ്, അതായത് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഇത്രയും പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ചോയ്സ് തന്നെ കേട്ടോ. ഇപ്പൊ ഇവിടെ സാധാരണ കുറച്ച് മധുരമുള്ളതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീമില്ലേ, കോഫി ക്രീം, അത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. അതായത് ഇപ്പോൾ കണ്ടോ, ഇതുപോലെ പൊങ്ങിക്കെടുക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട്, അതായത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നാൽ മാത്രമാണ് ഇതുപോലെ ഫ്ലോട്ടായിട്ട് കിടക്കുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക, അങ്ങനെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഇല്ലേ, കണ്ടോ? ഇത് മിക്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഡാൽഗോന കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ, കണ്ടില്ലേ? അതായത് ഈ ബാക്കിയുള്ള ക്രീമില്ലേ, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് പാല് അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തണുത്ത പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡാൽഗോന കോഫി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു, അതായത് ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള സ്റ്റിഫ് പീക്സ് ആയിട്ടുള്ള ഇരിക്കണം, അത് കുറഞ്ഞു വരും. ഒരാഴ്ചയൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ക്രീം ചേർക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് അളവിൽ ചേർത്ത് കൊടുത്താലും ഇതിന് ഭയങ്കര കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് കോഫിയാണ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം അളവിൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് കയ്പ്പായാലും കുടിക്കാൻ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ക്യാപ്പച്ചീനോയുടെ റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഞാൻ മുകളിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. മിക്സ് ചെയ്താലും ഇതുപോലെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.